ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ 37 ആണ്. ഡെയിലി ബൂസ്റ്ററിൻ്റെ 44/2025 OL, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടേതാണ്. വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തിരിക്കാം, അപ്ഡേറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. വൺ ഓഫ് ദ ബോയ്സ് ആബ്സെന്റ് ടുഡേ. വൺ ഓഫ് ദ ബോയ്സ് നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വൺ ഓഫ് ദ ബോയ്സ്, ബോയ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, പ്ലൂറൽ ആണ് എങ്കിൽ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ ബോയ്സ് എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും, സിംഗുലർ ആയിട്ട് മാറും. ആൺകുട്ടികളിൽ ഒരാളെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് പറയേണ്ടത്, വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. അപ്പൊ ഇവിടെ സിംഗുലർ ആയിരിക്കണം, വെർബ് ഇവിടെ സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഐ ആം എ പോലീസ്മാൻ. ഐ ആം എ പോലീസ്മാൻ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. പിന്നെ എന്താണ്, ഐ ആം ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആമിൻ്റെ ഐ എന്നല്ല പറയുന്നത്, എന്താണ്, ആറിൻ്റെ ഐ ആണ് വരേണ്ടത്. അപ്പൊ ഐ ആം എ പോലീസ്മാൻ, ആറിൻ്റെ ഐ ഇതാണ് ടാഗായിട്ട് വരേണ്ടത്. ഇറ്റ് ഈസ് എ ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് എ ഹൈ ടൈം മീനിങ് എന്താണ്, അതായത് ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, ചെയ്യാൻ അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ വൈകിയിരിക്കുന്നു, ഇപ്പോൾ തന്നെ അത് ചെയ്യണം എന്നൊക്കെ പറയുന്ന മീനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഹൈ ടൈം വന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം, പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ എന്താണ്, സിമ്പിൾ പാസ്റ്റ് മതി. ഓക്കെ, അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ഹൈ ടൈം സ്റ്റോപ്പ്ഡ് സ്മോക്കിംഗ്. നീ എന്താണ്, പുകവലി നിർത്തേണ്ടതിന് വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു, നീ ഇപ്പോൾ തന്നെ നിർത്തണം എന്ന ഒരു മീനിങ്ങിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൈ ടൈം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ക്ലോസിൽ V1 ആണെങ്കിൽ നമുക്കറിയാം മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ എന്തായിട്ട് വരണം, വിൽ പ്ലസ് V1 ആണ് അല്ലെ, ഇവിടെ V1 ഫോം ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം, വില്ല് വരണം. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു വിൽ റീച്ച് ഇൻ ടൈം. നീ നേരത്തെ ഇറങ്ങിയാൽ നിനക്ക് എന്താണ്, കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതാണ്, വില്ലാണ് വരേണ്ടത്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി V1 ആണെങ്കിൽ വിൽ പ്ലസ് V1 ആണ് വരേണ്ടത്. ലെറ്റ്സ് നോട്ട് ഈൽഡ്. എന്താണ്, ഈൽഡ് ടു സംതിങ് ആണ് വരേണ്ടത്. ഈൽഡ് ടു ടെംപ്ടേഷൻ, ഈൽഡ് ടു ആണ്, ഓർത്തിരിക്കുക. നമ്മൾ പ്രിഫർ ടു അല്ലെ, ഐ പ്രിഫർ കോഫി ടു ടീ എന്നൊക്കെ പറയത്തില്ലേ, പ്രിഫർ വരുമ്പോൾ ടു ആണ്, സീനിയർ ജൂനിയർ ഒക്കെ അതേപോലെ തന്നെയാണ് എന്ത് വരേണ്ടത്, ഇവിടെ ഈൽഡ് വരുമ്പോഴേക്കും ടു ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. All the assignments should be submitted on time dash they will not be evaluated. എന്താണ് പറയേണ്ടത്, all the assignments should be submitted on time. സമയത്ത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതർവൈസ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, they will not be evaluated. അവർ എന്ത് ചെയ്യില്ല, അത് ഇവാലുവേറ്റ് ചെയ്യില്ല. അപ്പൊ അതർവൈസ് ആണ് വരേണ്ടത്. യു ഹാഡ് ബെറ്റർ വരുമ്പോഴേക്കും വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. യു ഹാഡ് ബെറ്റർ ടേൺ ദാറ്റ് മ്യൂസിക് ഡൗൺ. നമ്മൾ പറഞ്ഞു ഡു യു മൈൻഡ് വരുമ്പോഴേക്കും വെർബിന്റെ ജെറൻഡ് ആയിരിക്കണം, ING ഫോം വരണം. അപ്പോൾ ഇവിടെ യു ഹാഡ് ബെറ്റർ ആണെങ്കിൽ എന്താണ്, ടേൺ ദാറ്റ് മ്യൂസിക് ഡൗൺ ബിഫോർ യു ഡാഡ് ഗെറ്റ്സ് ആംഗ്രി. അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് നീ അതിന്റെ സൗണ്ട് കുറയ്ക്കുന്നതാണ് നല്ലത്. ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഷീ ടേക്ക് ആഫ്റ്റർ ഹെർ ഫാദർ. ദ ഫ്രേസൽ വെർബ് ടേക്സ് ആഫ്റ്റർ ഇൻ ദ ഗിവൺ സെന്റൻസ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കേണ്ടത്, ഗൈഡ് എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ടേക്ക് ആഫ്റ്റർ പറയുമ്പോഴേക്കും അതെന്താണ്, റിസംബിൾസ് ആണ്. അതായത് ഉണ്ടോ, എപ്പോഴും എന്താണ്, സബ്ജക്റ്റ് ഉണ്ടാകും, ടേക്ക് ആഫ്റ്റർ ഉണ്ടാകും, ഒരു പേഴ്സൺ, അതായത് അച്ഛനെ പോലെയാണ് അവൾ ഇരിക്കുന്നത്, അമ്മയെ ഷീ ലുക്ക് ലൈക്ക് ഹെർ മദർ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് സംഭവമാണ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ലുക്ക് ലൈക്ക് ആണ്. അപ്പൊ ഏതാണ്, റിസംബിൾസ് ആണ്. ടേക്ക് ആഫ്റ്റർ എന്താണ്, റിസംബിൾസ്, അതേപോലെ, സിമിലാരിറ്റി, ലുക്ക് ലൈക്ക്, ആ ഒരു മീനിങ് ആണ് വരേണ്ടത്. അപ്പിയറൻസിലെ, ക്യാരക്ടർ, ബിഹേവിയറിലൊക്കെ എന്താണ്, അവരെ പോലെയാണെന്ന് പറയില്ലേ. ഷീ ടേക്ക് ആഫ്റ്റർ ഹെർ ഫാദർ, അവളെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ടേക്ക് ആഫ്റ്റർ പഠിച്ചു വെക്കുക, റിസംബിൾസ് ആണ്. ഐ റൈറ്റ് ഡാഷ് എവരി ഡേ. ഇവിടെ എന്താണ്, ഇവിടെ ഇത് രണ്ടും അല്ലാന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോഴേ മനസ്സിലാകും. ഇത് രണ്ടിലായിരിക്കും ഡൗട്ട് വരുന്നത്. DAIRY ആണോ, DIARY ലാണോ? ഇവിടെ നമുക്കറിയാം DAIRY എന്ന് പറയുന്നത് ഡയറി പ്രൊഡക്ട്സ് ആണ്. DI നമ്മളിതിൽ എന്താണ്, ആ കൺഫ്യൂസിങ് ആ വേർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇതിൽ എന്താണ്, DIA, ഡയറി, എൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഡയറിയിൽ എഴുതുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ I ആണ് ആദ്യം വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്, ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
ദ സിനോണിം ഫോർ സീസ് ചെയ്യുക എന്താണ്? സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ? ഇപ്പൊ അത് സീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അതിന്റെ പ്രവർത്തനം നമ്മളോട് സ്റ്റോപ്പ് ചെയ്തു, ആ ഒരു മീനിങ് ആണ് പറയേണ്ടത്. അപ്പൊ സീസിന്റെ സിനോണിം ആണ് എന്ത്? സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. എന്താണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്? എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ എന്താണ് ഇവിടെ? മനസ്സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? മനസ്സാന്നിധ്യമാണ്. അങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ട്, നമ്മൾ പഠിച്ച് കുറച്ച് നോക്കിയാലോ, നമുക്കൊന്ന് റിവിഷൻ പോലെ ആകാം. സർക്കുലർ. എന്താണ് സർക്കുലറിന്റെ ഇത് വരുന്നത്? പരിപത്രം എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. സർക്കുലർ എന്താണ്? പരിപത്രമാണ്. ഫിഫ്ത്ത് കോളം എപ്പോഴും ചോദിക്കുന്നതാണ്. ഫിഫ്ത്ത് കോളം എന്താണ്? ഫിഫ്ത്ത് കോളം എന്ന് പറയുന്നത് അഞ്ചാം പത്തി വഞ്ചകൻ, ആ ഒരു മീനിങ്ങിലാണ് അഞ്ചാം പത്തി. ഇതിനെയാണ് നമ്മൾ ഫിഫ്ത്ത് കോളം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫാഷൻ മോങ്ങർ. എന്താണ് ഫാഷൻ മോങ്ങർ? അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അഴകിയ രാവണൻ, അങ്ങനെ ആ ഒരു മീനിങ്ങിലാണ് ഫാഷൻ മോങ്ങർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ലേൺ ബൈ ഹാർട്ട്. ബൈ ഹാർട്ട് ചെയ്യുക, ഹൃദിസ്ഥമാക്കുക. ലേൺ ബൈ ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൃദിസ്ഥമാക്കുക. പിന്നെ എന്താണ്? പ്രൊബേഷൻ. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിരീക്ഷണ ഘട്ടമാണ്, നിരീക്ഷണ ഘട്ടം. നെക്സ്റ്റ് അഡ്ജേൺ. അഡ്ജേൺ എന്താണ്? അഡ്ജേൺ മീൻസ് എന്താണ്? നീട്ടിവെക്കുക. കോർട്ട് അഡ്ജേൺ ചെയ്തു അല്ലെങ്കിൽ കേസ് അഡ്ജേൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നീട്ടിവെക്കുക. പിന്നെന്താണ്? ഡിക്രി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡിക്രി മീൻസ് എന്താണ്? വിധി. വിധിയാണ് ഡിക്രി എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകളാണ് ആര്? ജാനകി അല്ലെ? നമ്മൾ ആ സിനിമയിൽ പറയുന്നുണ്ടല്ലേ, ജനകന്റെ മകളല്ലോ സീതപ്പെണ്ണ്, ആ ഒരു പാട്ട് പാടുന്നില്ലേ? അതിൽ അവളുടെ പേരെന്താണ്? ആ ക്യാരക്ടറിന്റെ പേരാണ് എന്ത്? ജാനകി. അപ്പൊ എന്താണ്? ജനകന്റെ മകളാണ് ആര്? ജാനകി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ജന്മം മുതൽ ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ആ ജന്മം. ഓക്കെ, ആ ജന്മം. പിന്നെ ക്രമം അനുസരിച്ച് എന്ത് പറയും? അനുക്രമം. അനുക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം അനുസരിച്ച് എന്നുള്ളതാണ്. പരദേശി. ആരാണ് പരദേശി? പരദേശി അല്ലെ, പരകായ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്യന്റെ ശരീരം പരകായ പ്രവേശനം നടത്തുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പരദേശി എന്താണ്? അന്യദേശത്തുള്ളവനാണ്. ഓക്കെ, ആർഷം എന്താണ്? ആർഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. ഓക്കെ, അതേപോലെ സൗമിത്രി. ആരാണ് സൗമിത്രി എന്ന് പറയുന്നത്? സുമിത്രയുടെ പുത്രനെ പറയുന്ന പേരാണെന്ത്? സൗമിത്രി. ഇനി എന്താണ് നൈതികം? നൈതികം എന്ന് പറയുന്നത് നീതിയെ സംബന്ധിക്കുന്നത്. ആരാണ് സ്രഷ്ടാവ്? സ്രഷ്ടാവ് എന്ന് പറയുന്നത് സൃഷ്ടി നടത്തുന്നവനെയാണ് നമ്മൾ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ജന്മം മുതൽ, അനുക്രമം ക്രമം അനുസരിച്ച്, പരദേശി അന്യദേശത്തുള്ളവൻ, ആർഷം ഋഷിയെ സംബന്ധിച്ചത്, സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി, നീതിയെ സംബന്ധിക്കുന്നത് നൈതികം, സൃഷ്ടി നടത്തുന്നവനാണ് സ്രഷ്ടാവ്. അരയും തലയും മുറുക്കുക എന്ന ശൈലി. അരയും തലയും മുറുക്കി എന്താണ്? തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പറയും കച്ച കെട്ടുക എന്താണ്? അതും തയ്യാറെടുക്കുകയാണ്. പിന്നെ എന്ത് പറയാം? അങ്കുലി പരിമിതം. എന്താണ് അങ്കുലി പരിമിതം? അങ്കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകളാണ്. അങ്കുലി പരിമിതം എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്നതിനെയാണ് നമ്മൾ അങ്കുലി പരിമിതം എന്ന് പറയുന്നത്. പിന്നെ അധര വ്യായാമം. എന്താണ് അധര വ്യായാമം എന്ന് പറയുന്നത്? അധരം എന്താണ്? നമ്മുടെ വായല്ലേ? അധര വ്യായാമം ഒരാവശ്യമില്ലാണ്ട് അർത്ഥശൂന്യമായ സംസാരത്തെയാണ് നമ്മൾ അധരവ്യായാമം ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പഠിച്ചു വെച്ചു. ഉരകമുറ. എന്തായിരിക്കും ഉരകമുറ? ഉരകങ്ങൾ ഉറവൂരുമ്പോൾ എന്തായിരിക്കും? അവരുടെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സ്കിന്നായിട്ട് വരും. അപ്പൊ എന്താണ് അതിന് ഉരകമുറ എന്ന് പറഞ്ഞാൽ? അതിന്റെ മീനിങ് ആണ് ചെറുപ്പമാകുക. അതിനെയാണ് നമ്മൾ ഉരകം ഉറ ഊരുക വേണമെന്ന് എഴുതി വെച്ചേക്കാം. ഉരകം ഉറ ഊരുക എന്ന് പറയുന്നത് എന്താണ്? ചെറുപ്പമാകുക എന്നുള്ളതാണ് വരേണ്ടത്. നക്രബാഷ്പം. നക്രം എന്താണ്? മുതലയാണ്. നക്രബാഷ്പം മുതലക്കണ്ണീർ അല്ലേ? ആവശ്യമില്ലാതെ, അതായത് സങ്കടമില്ലെങ്കിൽ പോലും സങ്കടം കാണിക്കില്ലേ മുതലക്കണ്ണീർ ഒഴുക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ നക്രബാഷ്പം അഥവാ മുതലക്കണ്ണീർ എന്നൊക്കെ പറയുന്നത്. ശരിയായ പദം ഏതാണ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചെയ്തു. 43/2025 ചെയ്തു. 44/2025 വന്നിട്ടുണ്ട്. യഥേഷ്ടമാണ് ശരിയായിട്ട് വരേണ്ടത്.
നമുക്കൊന്ന് കുറച്ച് നോക്കാം. അക്ഷൗഹിണി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പട, ആ ഒരു എന്താണ് പണ്ട് രാജാക്കന്മാരുടെ ആ ഒരു കുതിരപ്പടയും ഇത്ര ഇത് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു പടയാണ് അക്ഷൗഹിണി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും കൊടുക്കുന്ന ആ ഒരു സേനയാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം, കർക്കടകം. ഞാൻ പറഞ്ഞു കർക്കിടകമല്ല, കർക്കടകമാണ് പറയേണ്ടത്. പിന്നെ എന്താ പറയാവുന്നത്, ചിലവല്ല ചെലവാണ്, ശുപാർശയല്ല ശിപാർശയാണ്, ശിപാർശ. രക്ഷകർത്താവല്ല രക്ഷാകർത്താവാണ്, രക്ഷാകർത്താവ്. അതേപോലെ യാദൃച്ഛികം, യാദൃച്ഛികമാണ് പറയേണ്ടത്. പിന്നെ വിമ്മിഷ്ടമല്ല വിമ്മിട്ടം, വിമ്മിട്ടം. ഹാർദവമല്ല ഹാർദം, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ എന്താണ്, അനാച്ഛാദനം, അനാച്ഛാദനം ഈ ചായാണ് അനാച്ഛാദനം. ഓക്കെ, പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, ഉച്ഛ്വാസം, ഉച്ഛ്വാസം, ഇതാണ് ഉച്ഛ്വാസം. ഉച്ഛിഷ്ടം, ഉച്ഛിഷ്ടം എന്താണ്, ഇങ്ങനെയാണ് ഉച്ഛിഷ്ടം എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. പവനൻ കാറ്റാണ്, മാരുതൻ കാറ്റാണ്, അനിലൻ കാറ്റാണ്. അനലൻ എന്താണ്, തീ എന്ന് പറയും അല്ലെ, തീ അല്ലെങ്കിൽ അഗ്നി. പിന്നെ എന്താ കാറ്റിന്റെ പര്യായമായിട്ട് നമുക്ക് പറയാം, ശ്വസനൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ പവനൻ, മാരുതൻ, അനിലനൊക്കെ നിങ്ങൾ പഠിക്കണേ. അതേപോലെ പവമാനനുണ്ട്, പവമാനൻ. പവനനുമുണ്ട്, എന്തുണ്ട്, പവമാനൻ. അതും എന്താണ്, കാറ്റിന്റെ പര്യായ പദമാണ്. ഓക്കെ, അപ്പൊ അനലൻ എന്താണ്, തീ, അഗ്നി എന്നൊക്കെ വരും. സത്ത് പ്ലസ് ജനം എന്താണ്, സത്ത് പ്ലസ് ജനം സജ്ജനമാണ്, സത്ത് പ്ലസ് ജനം സജ്ജനം. നെല് പ്ലസ് മണി എന്താണ്, നെല് പ്ലസ് മണി എന്ത് വരും, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു, നമുക്ക് അപ്പൊ പറയാതെ. ഉഗ്രം വിപരീത പദമാണ്, ഉഗ്രം. ഉഗ്രം എന്ന് പറയുമ്പോൾ എന്താണ്, ശാന്തം. ഉഗ്രം ശാന്തമാണ്. പിന്നെന്താണ്, ഉച്ചം. ഉച്ചമാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്, നീചം. ഉഗ്രരൂപി ശാന്തരൂപി, ഉച്ചം നീചം. അതേപോലെ ഉദാരൻ. ഉദാരൻ എന്ന് പറയുമ്പോൾ എന്താ, ഉദാര മനസ്കൻ, അവൻ എന്താണ്, ധാരാളി എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൃപണൻ. അതൊന്ന് പഠിച്ചു വെക്കണേ, കൃപണൻ. പിന്നെന്താണ്, ഊഷരം. എന്താണ് ഊഷരം, ഓപ്പോസിറ്റ് എന്താണ്, ഉർവരം. ഓക്കെ, അതേപോലെ ഉന്മീലനം. ഉന്മീലനം ഓപ്പോസിറ്റ് എന്താണ്, നിമീലനം. ഉന്മീലനം. നെക്സ്റ്റ് ഋജു, ഓപ്പോസിറ്റ് എന്താണ്, വക്രം. ഋജുവിന്റെ ഓപ്പോസിറ്റ് ആണ് വരേണ്ടത്, വക്രമാണ്. തിരിച്ചെഴുതുക, നെന്മണി. നെന്മണി ശരിക്കും ഇത് ആൻസർ വന്നിരിക്കുന്നത് നെൽ പ്ലസ് മണിയാണ്. പക്ഷേ ഓപ്ഷൻ സി നെല് പ്ലസ് മണിയും എന്താണ് ആൻസർ ആയിട്ട് വരാറുണ്ട്. ഇത് തന്നെ PSCക്ക് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെല് പ്ലസ് മണിയാണ് തന്നിരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണേ. ജസ്റ്റ് കുറച്ച് നോക്കാം. മരം പ്ലസ് കൾ എന്താണ്, മരം പ്ലസ് കൾ വരേണ്ടത്, മരങ്ങൾ. ഓക്കെ, അതേപോലെ നിൻ പ്ലസ് തു എന്താണ്, നിൻ പ്ലസ് തു വരേണ്ടത്, അത് നിന്നു എന്നാണ് വരേണ്ടത്. നിൻ പ്ലസ് തു നിന്നുവാണ്. നെക്സ്റ്റ് പൊൻ പ്ലസ് കുടം. പൊൻ പ്ലസ് കുടം എന്താണ്, പൊലിക്കുടമാണ്, പൊലിക്കുടം. ഓക്കെ, അതേപോലെ മടി പ്ലസ് ശീല എന്താണ്, മടി പ്ലസ് ശീല മടിശീലയാണ്, മടിശീല. ഓക്കെ, മരങ്ങളും ഈ നിൻ പ്ലസ് തൂ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കാലുകൾ 2 തവണ കഴുകി. അടിവരയിട്ട പദം ഏതാണ് അടിവരയിട്ട, കാലുകൾ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്താണ്, ആണ് പെണ്ണ് നമുക്ക് വ്യത്യാസം പറയാൻ പറ്റില്ല. അപ്പൊ അതിന് എന്ത് പറയും, അത് അലിംഗ ബഹുവചനം എന്ന് പറയും. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന വചനത്തെ നമുക്ക് നമ്മുടെ നാമം എന്താണ്, ലിംഗമുണ്ട്, വചനമുണ്ട്, വിഭക്തിയുണ്ട്. അതിൽ നമുക്ക് വചനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഏകവചനവും ഉണ്ട്, അതേപോലെ തന്നെ ബഹുവചനവും ഉണ്ട്. ഏകവചനം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രത്യയമൊന്നും ഇല്ല, അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. PYQ ആണ്, പ്രത്യയമില്ല ഏകവചനത്തിന് അല്ലെ, ഒറ്റൊരാളെയാണ്. ബഹുവചനത്തിനാണെങ്കിൽ ഏതൊക്കെയാണ് പ്രത്യയം വരേണ്ടത്, ആറ് വരാം, പിന്നെന്താണ്, മാറ് വരാം, പിന്നെന്താണ്, കൾ വരാം, എന്താണ്, മലകൾ, മനുഷ്യർ, ഭാര്യമാർ, കണ്ട അങ്ങനെയൊക്കെ വരാം. ഇനി ഈ പറയുന്ന ബഹുവചനത്തെയാണ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നത് സലിംഗം എന്ന് പറയാം. സലിംഗം. സലിംഗം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഗായികമാർ, ആൺകുട്ടികൾ, നദികൾ, അതൊക്കെ എന്താണ്, സലിംഗമാണ്. അലിംഗം എന്ന് പറയുമ്പോൾ എന്ത് വരും, അലിംഗ ബഹുവചനം. അലിംഗം എന്ന് പറയുമ്പോൾ കുട്ടികൾ, അത് അലിംഗ ബഹുവചനമാണ്. അവിടെ നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്ക് എന്താണ് വ്യത്യാസം മനസ്സിലാവില്ല അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 2 കൂട്ടരും വരും. മൃഗങ്ങൾ, ജനങ്ങൾ. ജനങ്ങളാവുമ്പോൾ എന്താ, ആണുങ്ങളാവാം, പെണ്ണുങ്ങളാകാം, കുട്ടികളാവാം, ആരുമാകാം. അപ്പൊ അവിടെ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു അലിംഗമാണ്. പിന്നെ വരുന്നത് പൂജകമാണ്. പൂജകം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. തിരുവടികൾ, ഭീഷ്മർ, സ്വാമികൾ, താങ്കൾ, നിങ്ങൾ, വൈദ്യർ, ഇതെല്ലാം എന്താണ്, പൂജക ബഹുവചനമാണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കാലുകൾ എന്ന് പറയുന്നത് ഇവിടെ അലിംഗമാണ്. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. എന്താണ് ലേഖകൻ വരേണ്ടത്? ലേഖകൻ, ലേഖിക. ഇവിടെ ആൻസർ വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലേഖകൻ, ലേഖികയാണ്. പിന്നെ നമുക്ക് പഠിച്ചു വെക്കാം കുറച്ച്. മഹാൻ. എന്താണ് മഹാൻ? എന്ത് വരും? മഹതി. എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നതാണ്. ദാതാവ്. ദാതാവ് ആരാണ്? ധാത്രി. ദാതാവ് ധാത്രിയാണ്. സിംഹം. എന്താണ് സിംഹം? സിംഹി. ഓക്കെ, സിംഹം സിംഹിയാണ്. വിരഹി. വിരഹി എന്താണ് വരേണ്ടത്? വിരഹിണി. വിരഹി വിരഹിണിയാണ്. പിന്നെ എന്ത് പറയാം? സാക്ഷി. സാക്ഷി എന്താണ് വരേണ്ടത്? സാക്ഷി സാക്ഷിണി. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ എന്ത് വരും? ബ്രാഹ്മണൻ, ബ്രാഹ്മണി, ബ്രാഹ്മണി. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ. പിന്നെ കവി, കവയത്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കവ, യാവള്ളി, താവള്ളി അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 0.01 ഇൻറ്റു 0.02 ഈക്വൽ ടു എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്കറിയാം, ഇവിടെ പോയിന്റ് ഇല്ലാണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 ആണ് ആൻസർ വരേണ്ടത്. ഇനി നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെയും 2 ഉണ്ട്. ഇവിടെ എത്ര ടോട്ടൽ എത്ര വരണം? ഇവിടെയും 2 ഇവിടെയും 2. ടോട്ടൽ 4 ഡിജിറ്റ്. 4 അതായത് പോയിന്റ് കഴിഞ്ഞ് നമുക്ക് 4 ഡിജിറ്റ് വേണം. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. സോ ഫ്രണ്ടിൽ എന്ത് ചെയ്യുക? 3 0 കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കിക്കേ, 1 2 3 4. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇവിടെ അതേപോലെ തന്നെ പറയുന്ന ഇപ്പൊ നമ്മളൊന്ന് പറയാണ് 2 ഇൻറ്റു 3 നമുക്കറിയാം 6 ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 0.3 ആണെങ്കിലോ എത്ര വരും? ഇവിടെ 6 വരും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പറയാണ് 0.2 ഇൻറ്റു 0.3 ആണെങ്കിൽ ആൻസർ എങ്ങനെ വരും? ഇവിടെ 6 വരും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്. ഇവിടെയും ഒന്നുണ്ട്. സോ ആൻസറിൽ എത്ര വേണം? 2 എണ്ണം വേണം. 0.06 വരും. 0.02 ഇൻറ്റു 0.3 എന്നാണെങ്കിൽ നോക്കിക്കേ, 0. ഇവിടെ എത്രയാണ്? 1 2 3 എണ്ണം വേണം. 1 2 3. ഇതങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാലോ. ഒരാൾ 6000 രൂപയ്ക്ക് ഒരു കസേരയും ഒരു മേശയും വാങ്ങുന്നു. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിലും വിൽക്കുന്നു. എന്നിട്ട് അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ട്. ഒരു കസേരയുടെ വാങ്ങിയ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കിത് 2 തരത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ആദ്യം ജസ്റ്റ് ഇതിന്റെ ഓപ്ഷൻ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മളിതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിക്സഡ് ആയിട്ട് നമ്പർ 2500 അല്ലേ? നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. അതായത് എന്താണ്? അയാൾ കസേരയ്ക്ക് മേശയ്ക്കാണ്. അപ്പൊ കസേരയുടെ വില നമ്മൾ എന്ത് ചെയ്തു? 2500 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എത്രയായിരിക്കും? മേശയുടെ വില എന്ന് പറയുന്നത് ബാക്കി വരുന്ന 3500 ആണ് മേശയുടെ വില അല്ലെ? രണ്ടും കൂടിയാണ് അയാൾ 6000 രൂപയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. കസേര 10% നഷ്ടത്തിൽ വിറ്റു. അപ്പൊ കസേര വിറ്റ് എന്ന് പറയുന്നത് 250 രൂപയ്ക്കാണ്. 250 രൂപ നഷ്ടം വന്നു അയാൾക്ക് കസേരയില്. ഇനി മേശ 10% ലാഭത്തില്. അപ്പൊ 350 രൂപ ലാഭം വന്നു. എന്തിന്? മേശ വിറ്റപ്പോഴേക്കും. ഇനി നോക്കിക്കേ, എന്നിട്ടും അയാൾക്ക് 100 രൂപ ലാഭമുണ്ട്. അപ്പൊ 250 രൂപ നഷ്ടം വന്നു, ഇവിടെ 350 രൂപ ലാഭവും വന്നു. നോക്കിക്കേ, ഈ പറയുന്ന 350 നിന്ന് 250 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. കണ്ടോ? ഈ 100 കിട്ടി. അപ്പൊ എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇനി ജസ്റ്റ് വേറെ ഒന്നും നോക്കാം നമുക്ക്. ഇപ്പൊ കസേര നമ്മൾ ഓപ്ഷൻ വെച്ചിരിക്കുകയാണെങ്കിൽ കസേര നമ്മൾ 2850 ആണ് കസേരയ്ക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര വരും? അതിന്റെ നഷ്ടമല്ലേ പറയുന്നത്? 10% നഷ്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 10% എന്ന് പറയുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ 285 രൂപയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നഷ്ടം സംഭവിക്കുന്നത്. ഇനി അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ മേശ എത്ര രൂപയ്ക്കായിരിക്കും അയാൾ വാങ്ങിയിരിക്കുന്നത്? മേശ 6000 രൂപയല്ലേ പറഞ്ഞിരിക്കുന്നത്? 6000 രൂപയിൽ നിന്ന് 2850 കുറയ്ക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 3150 രൂപയാണ് എന്ത്? മേശയുടെ വില. അപ്പൊ അവിടുത്തെ അയാളുടെ ലാഭം എത്രയാണ്? ഇവിടെയും 10% ലാഭം. അതായത് ഒരു പോയിന്റ് മാറ്റിയാൽ മതി. 315 ലാഭം. അപ്പൊ നമുക്ക് നോക്കാം. 315 നിന്ന് നമ്മൾ 285 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 0 അല്ലെ? 11 നിന്ന് 8 കുറക്കുമ്പോൾ നമുക്ക് കിട്ടും 30 രൂപയാണ് അവിടുത്തെ വ്യത്യാസം. അപ്പൊ എന്താണ്? ഇതല്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെയ്യാം. ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണെന്നുള്ളത്. ഇനി അതല്ല, നമ്മുടെ കറക്റ്റ് ലോജിക്കിൽ വെച്ച് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കസേരയും മേശയും കൂടി അയാൾ, ഇതാണ് നമ്മുടെ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലോ 8ലോ നമ്മുടെ പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കസേരയും മേശയും കൂടി അയാൾ 6000 രൂപയ്ക്ക് വാങ്ങി.
അയാൾ കസേര 10% നഷ്ടം. അപ്പൊ കസേരയുടെ 10% നഷ്ടം എന്ന് പറയുമ്പോഴേക്കും എത്രയാണ്? അതിന്റെ 90%-നാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്? കസേര വിറ്റിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാണ് മേശ അയാള് 10% ലാഭത്തിൽ വിറ്റു. എന്നിട്ടും അയാൾക്ക് എന്ത് ചെയ്തു? രണ്ടും കൂടി കൂട്ടിയപ്പോൾ 100 രൂപ ലാഭം. 6000 രൂപയ്ക്ക് ചെയ്ത സാധനം 6100 രൂപ അയാൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? എക്സ് 90/100 പ്ലസ് y 110/100 എന്ന് പറയുന്നത് 6100 പൂജ്യം പൂജ്യം കൂടി കട്ടായി പോയി. ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 9x + 11y എന്ന് പറയുന്നത് ഇവിടുത്തെ ബൈ 10 ഉണ്ട്, അതിപ്പുറം വരുമ്പോഴേക്കും 6100 ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കും, അല്ല ഇൻറ്റു 10 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയിട്ട് മാറി. 9x + 11y = 6100, 3 പൂജ്യം വരും. ഓക്കെ, ഇവിടെ എന്താണ്? നമുക്ക് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആയിട്ട് വരും? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 9x + 11y = 61000, അതവിടെ കിടക്കട്ടെ. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x + 9y = 9×6 54, 54000 വരും. ഇവിടെ നമുക്ക് എന്താണ്? ഇത് ക്യാൻസൽ ആയി പോകും, പൂജ്യം വരും. 11y നിന്ന് 9y കുറയ്ക്കുമ്പോൾ നമുക്ക് 2y എന്ന് കിട്ടും. 54000 നിന്ന് 61 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7000 ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് 7000 / 2 വരും. 3500 രൂപയാണ് y എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലാഭത്തിലാണ് വിറ്റത് അല്ലേ y. അപ്പൊ എന്താണ് y എന്ന് പറയുന്നത്? മേശയാണ്. മേശയ്ക്ക് 3500 ആണെങ്കിൽ കസേരയ്ക്ക് എത്രയായിരിക്കണം? 6000 നിന്ന് ഈ പറയുന്ന 3500 കുറച്ചാൽ നമുക്ക് കിട്ടും 2500 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നിന്ന് ചെയ്യുന്നതാണ് എളുപ്പം. ഇത് നമ്മുടെ സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, SCRT. ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. പിള്ളേർക്ക് എന്താണിക്കും? ഇത് ഇങ്ങനെയായിരിക്കും തരുന്നത്, ഇത്രേ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ. അവർ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്താണ്? ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. അതിൽ നിന്ന് ചെയ്യുന്ന ആയിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും ഇക്വേഷൻ എന്താണ്? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ 1 മുതൽ n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n + 1 / 2 ആണ്. അപ്പൊ ശരാശരി എന്തായിരിക്കണം വരേണ്ടത്? n × n + 1 / 2. അപ്പൊ ഇത് തുകയായി, അത് ഡിവൈഡഡ് ബൈ എന്ത് വന്നം? എണ്ണം. എന്നും കട്ടായി പോകും. അപ്പൊ ആൻസർ എത്രയാണ്? n + 1/2. ഇതാണ് 1 മുതൽ n വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ശരാശരി. അപ്പൊ ഇവിടുത്തെ ശരാശരി എത്രയാണ് വരേണ്ടത്? 97 + 1/2, അതായത് 98/2, അതായത് എത്ര വരും? 49 വരും. ഓക്കെ, പെട്ടെന്ന് 48 ആണോ ഫൈനലിൽ തന്നതെന്ന് ഡൗട്ട് വന്നതാണ്. അപ്പൊ 98/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 49. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 275 cc എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമ്മൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയത്തില്ല, അതിനെ തന്നെയാണ് cc ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നത്. വ്യാപ്തവും 25 ചതുരശ്ര സെന്റിമീറ്റർ അടിസ്ഥാന വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിന്റെ ഉയരം എത്രയാണ്? അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു ക്യൂബോയിഡിന്റെ ഈ താഴത്തെ വിസ്തീർണം തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു 3D ഫിഗറിന്റെയും വിസ്തീർണം, അല്ലെങ്കിൽ വിസ്തീർണമല്ലല്ലോ, വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? പാദവിസ്തീർണത്തെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വ്യാപ്തം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിലിണ്ടർ ആണെങ്കിൽ നമുക്കറിയാം ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ പാദവിസ്തീർണം. നമുക്കറിയാം എന്താണ്? πr²h അല്ലേ നമ്മൾ അതിന്റെ വ്യാപ്തം പറയുന്ന. πr² എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വിസ്തീർണമാണ്, താഴെ വൃത്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉയരമായ h കൊണ്ട് നമുക്ക് ഗുണിച്ചാൽ മതി. അപ്പൊ സെയിം ഇവിടെ തന്നിട്ടുണ്ട്, ഈ പറയുന്ന പാദവിസ്തീർണം തന്നിട്ടുണ്ട്, വ്യാപ്തവും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഉയരം കണ്ടുപിടിക്കണം. അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വ്യാപ്തം എത്രയാണ്? 275 = പാദവിസ്തീർണം 25 പറഞ്ഞിട്ടുണ്ട്, ഉയരം h ആണ്. സോ 275 / 25 വന്നം, അതാണ് h എന്ന് പറയുന്നത്. 25 4 തവണ വരുമ്പോഴാണ് നമുക്ക് 100 വരുന്നത്. അത് 8 ആകുമ്പോൾ എത്രയായിട്ട് വരും?
എട്ടാകുമ്പോൾ 200 വരും. പിന്നെ എന്ത് ചെയ്യണം? ഒരു 3 കൂടി മതി അല്ലേ 275 എത്താനായിട്ട്. 12 ആകുമ്പോൾ എന്താ 300 വരും. അപ്പൊ എത്രയാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഇത് ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഒരു തവണ, ബാക്കി ഇവിടെ 2 ഉണ്ട്. 25 എത്ര തവണ? ഒരു തവണ. അപ്പൊ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ ആണ് അതിന്റെ ഉയരമായിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 10 പുരുഷന്മാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിൽ അതേ ജോലി 12 പുരുഷന്മാർക്ക്, നമ്മൾക്കറിയാം വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആണ്. വീട് കെട്ടുക എന്ന് പറയുന്ന ഒരു ജോലിയാണെങ്കിൽ അത് എത്ര പേര് ചെയ്താലും ആ വീട് കെട്ടുക എന്നുള്ള അത്രയേ ഉള്ളൂ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒന്നുകിൽ എന്താണ് M1 D1 എന്താണ് ആൾക്കാരുടെ എണ്ണം ദിവസം ഈക്വൽ ടു M2 D2 ആണ്. ഇവിടെ എന്താണ് 10 പുരുഷന്മാർ 12 ദിവസം ചെയ്യുന്ന ജോലി എന്താണ് 12 പുരുഷന്മാർക്ക് എത്ര ദിവസം വേണമെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 10 × 12 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി 12 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും, കട്ടായി പോകും. ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. സോ എത്ര വേണം? 10 പുരുഷന്മാർ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 12 പുരുഷന്മാർക്ക് 10 ദിവസം മതി. ഒരു പ്രത്യേക ഭാഷയിൽ സിസ്റ്റർ എന്ന് പറയുന്നത് 53530 ആണ്. അങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? 8468 ആണ്. ബോയ് എന്ന് പറയുന്നത് 129 ആണ്. എങ്കിൽ സണ്ണിന്റെ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എസ്സിന് നമ്മൾ 5 കൊടുത്തു, ഐക്കും ടിക്കും 3 കൊടുത്തു, കണ്ടോ? ഇക്ക് O എന്ന് കൊടുത്തു, കണ്ടോ? ഇവിടെയും ഇക്ക് O ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയാൽ മതി. എസ്സിനപ്പൊ എന്താ കൊടുക്കേണ്ടത്? 5. ഓയ്ക്ക് എന്താ കൊടുക്കേണ്ടത്? ഓ എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കാം. അത് എവിടെ ഉണ്ടോ? ഓയ്ക്ക് കോഡ് എത്രയാണ്? 2 ആണ്. എന്നിന് എന്താണ് കോഡ്? അങ്കിൾ എന്നിന്റെ കോഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ 524 ഓപ്ഷൻ ബി ആണ് സണ്ണിന്റെ കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 31:90. നമുക്ക് നോക്കാം. 90-ൽ നിന്ന് നമുക്ക് 31 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10-ൽ നിന്ന് 1 കുറച്ചാൽ 9 കിട്ടും. ഇവിടെ 8 വരും. 8-ൽ നിന്ന് 3 കുറച്ചാൽ 5 കിട്ടും. 59. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 43-നോട് അല്ലെ, ഈ സംഖ്യയോട് 59 കൂട്ടിയപ്പോഴാണ് ഈ സംഖ്യ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിനോടൊന്ന് 59 കൂട്ടി നോക്കാം. അതിവിടെ ആൻസറിൽ ഉണ്ടാന്ന് നോക്കിയാൽ മതി. 2 വരും അല്ലെ. 5 5 10 102. ഓപ്ഷൻ സി 102 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യകളിൽ കൂട്ടത്തിൽ ചേരാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഓരോന്നും എന്തിൻ്റെയെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ എന്ന് നോക്കാം. ഈ പറയുന്ന 676 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണെന്ന് നോക്കിക്കേ. 676 കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്വയർ വരുന്നതാണ്. അതായത് 26ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, 676. ഇങ്ങനെ വരുമ്പോൾ ബാക്കി ഒന്നും സ്ക്വയർ അല്ല. നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് വന്നമെങ്കിൽ എന്താണ്? ഒരെണ്ണത്തിന് ബാക്കി 3-ൽ നിന്നും അല്ലെ, ബാക്കി 3-നും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കണം, മറ്റേത് ഒറ്റപ്പെട്ട് നിൽക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഈ ഒരെണ്ണത്തിന് മാത്രമേ നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് നോക്കിക്കേ. 626 നമുക്കറിയാവുന്ന ഇതുണ്ട്. 625 എന്ന് പറയുന്നത് നമുക്കറിയാം 25ന്റെ സ്ക്വയർ ആണെന്നുള്ളത്. അതായത് 25ന്റെ സ്ക്വയറിനോട് 1 കൂട്ടിയാണ് നമ്മൾ ഈ പറയുന്ന 626 എഴുതിയിരിക്കുന്നത്. സെയിം കൺസെപ്റ്റ് ബാക്കി വരുന്നുണ്ടോ നോക്കാം. 961 എന്ന് പറയുന്നത് എന്തിന്റെയാണ്? 31ന്റെ സ്ക്വയർ ആണ്. എന്ത്? 961. അതിനോട് 1 കൂട്ടിയിരിക്കുകയാണ് നമ്മൾ 962 കിട്ടാൻ. 1090 എന്ന് പറയുന്നത് 1089 33ന്റെ സ്ക്വയർ ആണ്. അതിനോട് 1 കൂട്ടുമ്പോഴാണ് 1089 പ്ലസ് 1 ആണ് 1090 എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3-നും ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ. എന്താണ്? ഒരു സംഖ്യയുടെ സ്ക്വയറിനോട് 1 കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും അങ്ങനെയാണ് ലോജിക്ക് എങ്കിൽ ഇവിടെ എത്ര വന്നേനെ? 677 വന്നേനെ അല്ലെ. 676 26ന്റെ സ്ക്വയറിനോട് 1 കൂട്ടി 676 വരേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന 677 വരേണ്ടതായിരുന്നു. 676 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ അതാണ് നമ്മുടെ ലോജിക്ക്, കൂട്ടത്തിൽ പെടാത്തത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനുകിഴക്കോട്ട് 20 മീറ്റർ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ വെച്ച് വരയ്ക്കുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അനുകിഴക്കോട്ട്, ഇവിടെ നിന്ന് അനുകിഴക്കോട്ട് 20 മീറ്റർ നടന്നു. ഇടത്തേക്ക് തിരിഞ്ഞ, നിങ്ങൾ ഇത് ഇടത്തും വലത്തും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് നോക്കുക. വലത്തോട്ടെന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്. അപ്പൊ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എന്താ? ക്ലോക്ക് തിരിഞ്ഞാണ് കറങ്ങുന്നതെന്ന് ചിന്തിക്കുക. ക്ലോക്ക് മേലോട്ട് ഒരിക്കലും കറങ്ങില്ല. അപ്പൊ അതാണ് ഇടത്. ഇടത്തോട്ട് 15 മീറ്റർ സഞ്ചരിച്ചു.
പിന്നീട് എന്ത് ചെയ്തു, വലത്തോട്ട്. അപ്പൊ ഇങ്ങനെ നേരെ 12 നിൽക്കുന്ന ക്ലോക്കാണ് വലത്തോട്ടെങ്കിൽ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുള്ളൂ. വലത്തോട്ട് എത്രയാണ് പോയിരിക്കുന്നത്, 25 മീറ്റർ നടന്നു. എഗെയിൻ വലത്തോട്ട്, ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, 15 മീറ്റർ നടന്നു. എങ്കിൽ ആരംഭ സ്ഥലത്ത് നിന്ന് എത്രയാണെന്ന്, അതായത് ഇവിടം മുതൽ ഈ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടം മുതൽ ഇവിടം വരെ 20 ആണ്, ഇവിടം മുതൽ ഇവിടം വരെ 25 ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 45 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു വർഷത്തിലെ സെപ്റ്റംബർ 13 തിങ്കൾ, സെപ്റ്റംബർ 13 എന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ അതേ വർഷം ഒക്ടോബർ 18 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒക്ടോബർ 18 എൻ്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, ഒക്ടോബർ 18. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 13 തിങ്കളാണെങ്കിൽ എന്ത് വന്നേനെ, ഒക്ടോബർ 18 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്, സെപ്റ്റംബറിൽ എത്ര ദിവസമുണ്ട്, 30 ദിവസമാണ്. അപ്പൊ അതായത് ബാക്കി ഒരു 17 ദിവസവും കൂടി സെപ്റ്റംബർ കംപ്ലീറ്റ് ആകാൻ കിട്ടണം. പിന്നെ എത്രയാണ്, ഒക്ടോബർ 18 അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം 7 7 14, 14 1 15 അല്ലെ, 5 ശിഷ്ടം 1, 35 ദിവസമുണ്ട് ഈ പറയുന്ന സെപ്റ്റംബർ 13 കഴിഞ്ഞിട്ട് ഒക്ടോബർ 18 വരെ എത്താൻ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസത്തെ 7 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 5 35. റിമൈൻഡർ എത്രയാണോ അത് ഈ തിങ്കളിനോട് കൂട്ടിയാൽ മതി. ഇവിടെ റിമൈൻഡർ 0 ആണ്, അതായത് തിങ്കൾ പ്ലസ് 0 എന്ന് പറയുമ്പോൾ എന്താണ്, തിങ്കൾ തന്നെയാണ്. റിമൈൻഡർ 1 ആണെങ്കിൽ എന്ത് വന്നേനെ, തിങ്കൾ പ്ലസ് 1, അതായത് ചൊവ്വ വന്നേനെ. റിമൈൻഡർ 2 ആണെങ്കിൽ എന്ത് വന്നേനെ, തിങ്കൾ പ്ലസ് 2, ചൊവ്വ ബുധൻ വന്നേനെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, തിങ്കൾ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, SCRT നമുക്ക് എടുക്കാനുണ്ട്, ഒത്തിരി ചാപ്റ്റേഴ്സ് നമുക്ക് പെൻഡിങ് കിടപ്പുണ്ട്. ഡെയിലി ബൂസ്റ്റർ ഇങ്ങനെ വേണമെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഡെയിലി ബൂസ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. നന്നായിട്ട് പഠിക്കുക. വരുന്ന ഒക്ടോബർ 11 എക്സാം വരുന്നുണ്ട്, 16 എക്സാം വരുന്നുണ്ട്. എല്ലാ എക്സാമും ഉള്ളവരൊക്കെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഒക്ടോബർ 25 പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.